ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം. ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുക എന്നുള്ളത് എത്രയോ ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. ഒരു പാട്ടിങ്ങനെയുണ്ട്: ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ല. ഇന്ന് രാവിലെ ദൈവമുഖം ദർശിപ്പാൻ വചനത്തിലൂടെ ദൈവം നമ്മെ സഹായിച്ചിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. നമ്മെ കേൾപ്പിച്ച നല്ല ഗാനങ്ങൾക്കായി ദൈവത്തിന് മഹത്വം കരേറ്റാം. സ്വാഗതം ചെയ്ത പ്രിയ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന EGM പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ശുശ്രൂഷയിൽ ഒരു പങ്ക് 3-4 ദിവസങ്ങൾ വഹിക്കാൻ ദൈവം എന്നെയും പ്രാപ്തനാക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമൻ ബദ്ധനായിട്ട് കിടക്കുന്ന സമയത്ത് എഴുതിയ 4 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങളിലായി അദ്ദേഹം നടത്തിയ അനുഗ്രഹീതമായ മാതൃകാപരമായ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള പഠനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് പൂർണ്ണമാകും എന്നെനിക്ക് ബോധ്യമില്ല. എങ്കിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതിൻ്റെ അത്രയും ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ എടുക്കാം. വെറുതെ വായിച്ചു പോയാൽ പോരല്ലോ. അതിനെ സംബന്ധിച്ചുള്ള ആത്മീയ വിശകലനം നമ്മുടെ പഠനത്തിൽ വരണമല്ലോ. നമ്മൾ ഇന്നലെ 1-ാമത്തെ പ്രാർത്ഥനയിലേക്കാണ് പ്രവേശിച്ചത്. അത് 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. വാസ്തവത്തിൽ 19 വരെയാണ് ആ പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സാധ്യതകളാണ് 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് സംബന്ധിച്ച് ഓർത്ത ആ കാര്യങ്ങൾ ഞാൻ ഓരോ വാചകത്തിൽ പറയട്ടെ. 1, പൗലോസിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഏറ്റവും നമുക്ക് ക്രിസ്തു കഴിഞ്ഞാൽ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. 2-ാമത് നമ്മൾ ഓർത്തത് ആ പ്രാർത്ഥന സ്തോത്രം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു. അതും പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓർക്കാനായിട്ട് സാധിച്ചു. പിന്നീട് നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചിട്ട് ആ പ്രാർത്ഥനയിൽ പ്രധാനമായും 2 അപേക്ഷകളാണുള്ളത് എന്ന് നമ്മൾ ഓർത്തു. 1, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. 2-ാമത് ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. ഈ 2 അപേക്ഷകളാണ് അതിലുള്ളത്. അതിൽ 1-ാമത്തെ അപേക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശകലനം ഞാൻ ഇന്നലെ ഓർപ്പിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കാം. നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ അല്ലെങ്കിൽ എനിക്ക് തൃപ്തി വരുന്ന വിധത്തിൽ വിശദീകരിക്കാനുള്ള സമയമില്ലെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് വളരെ അതിൻ്റെ രത്ന ചുരുക്കം മാത്രമാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നുള്ള ആ പ്രാർത്ഥനയിലെ 1-ാമത്തെ അപേക്ഷ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെ ഒരു വിശ്വാസിക്ക്, ക്രിസ്തു വിശ്വാസിക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ കഴിയും. നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്ന കൊലോസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയിലും പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. നമ്മൾ ദൈവത്തെ കേവലം ഒന്ന് അറിഞ്ഞാൽ പോരാ, ദൈവത്തെ നമ്മൾ പരിജ്ഞാനത്തിൽ അറിയണം. ആ പരിജ്ഞാനത്തിൽ അറിയാൻ നമ്മെ സഹായിക്കുന്നത് 2 ഘടകങ്ങളാണ്. 1, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും 2-ാമത് ദൈവത്തിന്റെ വചനവുമാണ്. അവിടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അത് എന്തിനാ തരുന്നത് എന്നവിടെ പറയുന്നുണ്ട്. നോക്കിയേ, അതിൻ്റെ 17-ാം വാക്യം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്.
അപ്പോൾ ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ദൈവം നമുക്ക് തരേണം എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ലക്ഷ്യമെന്താണ്? അവിടെ പറയുന്നു, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാൻ വേണ്ടിയാ. അപ്പൊ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനാൽ നമുക്ക് സാധിക്കേണ്ടത് എന്താണ്? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഇതിലപ്പുറമുള്ള ഒരു ദൈവോദ്ദേശം നമ്മെ കുറിച്ചില്ല. ഇത് ശരിയായി കഴിഞ്ഞാൽ ദൈവീകമായ വിഷയങ്ങളിലൊക്കെ നമ്മൾ അങ്ങ് ശരിയാകും. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒരു വിശ്വാസി വളരുമ്പോഴുണ്ടല്ലോ, ദൈവത്തോടുള്ള ആ ഭയം നമുക്കുണ്ടാകുന്നു, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നു, നമ്മുടെ എല്ലാ ചര്യകളിലും ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കഴിയുന്നു. തന്നെയല്ല, ദൈവീക സ്വഭാവത്തോട് നമുക്ക് അനുരൂപരാകാനായിട്ട് സാധിക്കുന്നു. അതെത്രയോ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കട്ടെ. ഇവിടെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിന് എന്ന് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ആത്മാവില്ല എന്ന അർത്ഥത്തിലല്ല. ഇവർക്ക് ആത്മാവുണ്ട്. വളരെ വേഗത്തിൽ നിങ്ങൾ തൊട്ടു മുകളിലുള്ള വേദഭാഗം വായിച്ചു നോക്കിയാൽ അറിയാം. അതിന്റെ 14-ാമത്തെ വാക്യത്തിലുണ്ട്, പരിശുദ്ധാത്മാവിനെ അവർക്ക് അച്ചാരമായി കൊടുത്തിരിക്കുന്നെന്നും പരിശുദ്ധാത്മാവിനാൽ അവർ മുദ്രയിടപ്പെട്ടവരാണെന്നും വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. മുദ്രയിടപ്പെട്ടവരാണെന്ന് ഇതേ ലേഖനത്തിന്റെ 4-ാം അധ്യായം 30-ാം വാക്യത്തിലും പൗലോസ് ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവാത്മാവിനെ അച്ചാരമായി കിട്ടിയവരും ദൈവാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരുമായ ഇവർക്ക് ഇനിയും രണ്ടാമത് ആത്മാവിനെ നൽകേണ്ട കാര്യമില്ല. ആത്മാവ് അവരിലുണ്ടല്ലോ. എന്നാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഇത്രയേ ഉള്ളൂ, കേട്ടോളുക. അവരിലുള്ള ആത്മാവിനാൽ ലഭിക്കുന്ന വചനത്തിന്റെ ആ വെളിപ്പാടിൽ ഇവർക്ക് പ്രകാശനം കിട്ടിയിട്ട് അത് പ്രായോഗികമാക്കാനുള്ള ജ്ഞാനം അവർക്ക് ലഭിക്കണം. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന 177 പേരെ ഞാൻ കാണുന്നിപ്പം. അത്രയും ആളുകളോടും ഇനി കേറിക്കൊണ്ടിരിക്കുന്ന ആളുകളോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം അവിടുത്തെ ആത്മാവിനെ നമുക്ക് വേണ്ടി തന്നു. എന്നാൽ ഈ ആത്മാവിനെ തന്നത് എന്തിനാണ്? ആത്മാവ് വെളിപ്പെടുത്തി തരുന്ന വചനത്തിന്റെ മേൽ നമുക്ക് പ്രകാശനം ലഭിച്ചിട്ട് അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ജ്ഞാനവും കൂടെ കിട്ടിയിട്ട് അത് മുഖാന്തരം നാം ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ചുരുക്കത്തിൽ ഞാനിങ്ങനെ പറയട്ടെ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനത്തിലുള്ള പ്രകാശനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പ്രായോഗികമാക്കാനുള്ള ജ്ഞാനം നമുക്ക് വേണം. അത് നമ്മൾ പ്രായോഗികമാക്കണം. അങ്ങനെ ദിവസം തോറും ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയും. വില്യം മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തിനാണ് ദൈവവചനം പഠിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത് നിന്ന് ആവർത്തിക്കുക. രാവിലെ എന്തിനാ ഇങ്ങനെ, നമുക്കൊന്നും മാത്രം ജോലികളുണ്ട്, എന്തിനാ ഇങ്ങനെ കുത്തിയിരുന്ന് ഈ വചനത്തിന് മുമ്പിൽ വന്നിരുന്ന് പഠിക്കുന്നത്? അദ്ദേഹം പറയുന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നാം ദൈവവചനം പഠിക്കുന്നത് ദൈവാനുരൂപമായി തീരേണ്ടതിനു വേണ്ടിയാണ്. ദൈവത്തോട് നാം അനുരൂപപ്പെടേണ്ടതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. അത് ഗൗരവമായിട്ടെടുക്കണം. ഓക്കെ, അങ്ങനെ ദൈവവചനം പഠിച്ച് പ്രായോഗികമാക്കി ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുമ്പോൾ, സ്തോത്രം, ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരും എന്നുള്ള സത്യമാണ്. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ഇത് രണ്ടും രണ്ടാണ്.
ദൈവത്തെക്കുറിച്ച് അനേകർക്കറിയാം, ഈ സൃഷ്ടിയിലൂടെ അറിയാം. എന്നാൽ ദൈവമക്കളായ നാം ദൈവത്തെക്കുറിച്ചുള്ള ഒരു കേവലം അറിവല്ല നമുക്ക് വേണ്ടത്, പരിജ്ഞാനമാണ് വേണ്ടത്. എന്താണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്? പരിചയിച്ചറിയുക. ദൈവത്തെ നമ്മൾ പരിചയിച്ചറിയുക. ഹാനോക്ക് ഏതാണ്ട് ഒരു 300 വർഷമല്ലേ ദൈവത്തെ പരിചയിച്ചറിഞ്ഞത്. ദൈവത്തെ അദ്ദേഹം അടുത്തടുത്തടുത്ത് പരിചയിച്ചറിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് തന്റെ 30-ലധികം മിഷണറി പ്രവർത്തനത്തിലൂടെ അദ്ദേഹം എന്താ പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും ഞാൻ സകലവും ചവറെന്നെണ്ണുന്നു എന്നാണ്. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തെ നമ്മൾ അടുത്തറിയുന്നതാണ് പരിജ്ഞാനം. അതുകൊണ്ടാണ് ആസാഫ് 73-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്നാണ്. യാക്കോബ് 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാം ദൈവത്തോട് അടുത്ത് ചെല്ലുക, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരുമെന്നാണ്. ഓ, എത്ര വലിയ ബന്ധമാണ് അത്! ലഭിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് നൽകുന്ന ദൈവവചനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ് നമുക്കത് സാധിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതായത് ഒരു ദൈവദാസൻ അത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ: ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് നിത്യജീവനാണ്. ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുന്നത് നിത്യജീവനാണ്. 2, ദൈവത്തെ ജീവിത വശത്ത് കൂടുതലായി അറിയുന്നത് വിശുദ്ധീകരണമാണ്. ദൈവത്തെ ജീവിത വശത്ത് കൂടുതലായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധീകരണമാണ്. 3 അദ്ദേഹം പറയുന്നത് ദൈവത്തെ പൂർണ്ണമായി അറിയുന്നത് മഹത്വീകരണമാണ്. ഞാൻ 3 കാര്യങ്ങൾ ഓർപ്പിച്ചു. 1, ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് നിത്യജീവൻ. 2, ദൈവത്തെ ജീവിത വശത്ത് കൂടുതലായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് ആണ്. 3, ദൈവത്തെ പൂർണ്ണമായി അറിയുന്നത് അവിടുത്തെ മഹത്വീകരണമാണ്. അത് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിങ്കലാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞ് ഞാൻ വിടട്ടെ. നിങ്ങൾക്കത് ബോധ്യമായി എന്ന് ഞാൻ കരുതുന്നു. 2, പൗലോസ് ഈ 1-ാം അധ്യായം 15 മുതലുള്ള പ്രാർത്ഥനയിലെ 2-ാമത്തെ അപേക്ഷ, 2 അപേക്ഷയുണ്ടെന്നാണ് ഞാൻ ഓർപ്പിച്ചത്. 2-ാമത്തെ അപേക്ഷ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നുള്ളതാണ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. ഈ ഹൃദയദൃഷ്ടി എന്ന ഈ പ്രയോഗമുണ്ടല്ലോ, പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും നമ്മൾ കാണുന്നില്ല. പുതിയ നിയമത്തിൽ നമ്മൾ മറ്റൊരിടത്തും കാണുന്നില്ല ഹൃദയദൃഷ്ടി എന്ന ആ വാക്ക്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നതിൻ്റെ വിപരീത പദമാണ്, അല്ലെങ്കിൽ വിപരീത അവസ്ഥയാണ് ഹൃദയം ഇരുണ്ടുപോയി എന്നുള്ളത്. മനസ്സിലായില്ലേ? ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നതിൻ്റെ വിപരീത അവസ്ഥയാണ് ഹൃദയം ഇരുണ്ടുപോവുക. റോമർ 1:21 വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവവചനപ്രകാരമുള്ള ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കുരുടായി മാറുമെന്നാണ് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പത്രോസ് പറയുന്നത്, മുൻപിലത്തെ പാപങ്ങളുടെ മോചനം മറന്നു കളയുന്നവരും ശുദ്ധീകരണം മറന്നു കളയുന്നവരും കുരുടരുമായി മാറുമെന്നാണ് ദൈവമക്കളെ കുറിച്ച് കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സുവിശേഷത്താൽ ഒരിക്കൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതാണ്, അത് അനുദിനം പ്രകാശിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ ദൈവ പൈതൽ പോയില്ലെങ്കിൽ
അവൻ കുരുടനായി മാറും, ആത്മീയ കുരുട് പിടിച്ചവനായിട്ട് തീരും എന്നുള്ളത് ഓർക്കണം. അത് നമുക്കാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇനിയും ഹൃദയം എന്ന പദം വേദപുസ്തകത്തിൽ 812 പ്രാവശ്യം കാണുന്നുണ്ട്. 812 പ്രാവശ്യം ഹൃദയം എന്ന പദം വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ആ 812 പ്രാവശ്യം ഹൃദയം എന്ന പദം വേദപുസ്തകത്തിൽ കാണുമ്പോൾ അത് 6 വിധ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹൃദയത്തെ 6 വിധ അർത്ഥത്തിലാണ് തിരുവെഴുത്തിൽ കാണുന്നത്. ഞാൻ വേഗത്തിൽ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുന്നവരൊന്ന് ഉത്സാഹിച്ചാൽ മതി, അതേ നമുക്ക് പറ്റുകയുള്ളൂ. അതിൽ 6 വിധ ഉപയോഗം. 1, ശരീരത്തിലെ ഒരു അവയവം എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1 ശമൂവേൽ 21:37 വാക്യത്തിലാണ്. പിന്നെ ആത്മാവെന്ന നിലയിൽ ഹൃദയം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മാവ് സങ്കീർത്തനം 4:7 എന്ന് കാണാൻ കഴിയും. അടുത്തത് 3-ാമത് മനസാക്ഷി എന്ന നിലയിൽ ഹൃദയം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 1 ശമൂവേൽ 24:5 വാക്യം. 4-ാമത് മാനുഷിക സ്വഭാവം എന്ന നിലയിൽ ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാനുഷിക സ്വഭാവം യിരെമ്യാവ് 17:5, 9, 10. യിരെമ്യാവ് 17:5, 9, 10. 5-ാമതായി മനസ്സ് എന്ന നിലയിൽ ഹൃദയം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സ് പുറപ്പാട് പുസ്തകം 35:5. പുറപ്പാട് 35:5. 6-ാമതായി മാനസികവും ആത്മീയവുമായ കഴിവുകളുടെ ഇരിപ്പിടം എന്ന നിലയിൽ ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊന്നുകൂടെ പറയാം. മാനസികവും ആത്മീയവുമായ കഴിവുകളുടെ ഇരിപ്പിടം എന്ന നിലയിൽ ഹൃദയം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 812 പ്രാവശ്യം ബൈബിളിൽ ഹൃദയം എന്ന വാക്ക് വരുമ്പോൾ ആ ഹൃദയം എന്ന വാക്ക് 6 വിധത്തിലാണ് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നാം ഇപ്പോൾ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ പ്രകാശനം വരേണ്ടത്, അതാണല്ലോ വിഷയം, ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. പ്രകാശനം വരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. അതും ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിലൂടെ എന്ന് പറയുമ്പോൾ അതും ദൈവവചനമാണ്. നോക്കണം, ദൈവവചനത്തെ വേർപെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം ദൈവഭക്തർക്കില്ലെന്നുള്ളത് ഗൗരവമായി നാം ഓർക്കണം. നമ്മൾ ഒന്നാമതോർത്തു, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്ന ദൈവവചനത്തിന്റെ പ്രായോഗിക ജീവിതത്തിലൂടെയാണ് എന്ന് നാം ഓർത്തു. ഇതുപോലെ ഹൃദയദൃഷ്ടിയും പ്രകാശിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ചു നൽകുന്ന ദൈവവചനത്തിലൂടെയാണ് ഹൃദയദൃഷ്ടിയും പ്രകാശിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവും 2 പേരും കൂടെ എമൗസിലേക്ക് 2 പേര് പോയപ്പോൾ ആ കൂട്ടത്തിൽ കർത്താവും കൂടെ പോയി. കണ്ണ് നിരോധിക്കപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ പറയാമല്ലോ, ഒടുവിൽ അവരോടുകൂടെ യേശു പാർത്തു. തുടർന്ന് കണ്ണു തുറന്നു, യേശുവിനെ തിരിച്ചറിഞ്ഞു എന്ന് നാം വായിക്കുന്നു. എന്നാൽ അവര് തമ്മിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ വഴിയിൽ വെച്ച് തിരുവെഴുത്ത് നമുക്ക് വ്യാഖ്യാനിച്ച് തന്നപ്പോൾ, തെളിയിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. അതാണ് 39-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, എന്റെ ധ്യാനത്തിങ്കൽ
തീ കത്തി എന്ന് വായിക്കുന്നത് എന്താ? ഇന്ന് ചിലര് തീ കത്തി എന്നുള്ള രീതിയിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് കൊടുക്കുന്ന അർത്ഥമല്ല. അത് ഉള്ളിൽ തീ കത്തി, ഹൃദയം പ്രകാശിച്ചു, ഹൃദയത്തിൽ അത് ദൃഷ്ടി പ്രകാശിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ ഈ രണ്ട് അപേക്ഷയെക്കുറിച്ച് ഇങ്ങനെ പറയട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളിൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാൻ കഴിയുന്നു. രണ്ട്, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ അത് കാരണമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം എല്ലാ ദിവസവും പഠിക്കുവാൻ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരും സമയം മാറ്റിവെക്കണം. നിങ്ങൾക്ക് ഒരു സന്തോഷത്തിനോ നിങ്ങൾക്കൊരു പ്രോത്സാഹനത്തിനോ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് കേട്ടോ. 50 വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനാ ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഭവന സന്ദർശനം, പരസ്യയോഗം, ആളാമ്പ്രതി വേല, അതുകൂടാതെ ഒരുപാട് യാത്ര, ഒരുപാട് പബ്ലിക് മീറ്റിങ്ങിലെ പ്രസംഗം, ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒക്കെ ദീർഘവർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഞാൻ പറയാൻ വന്ന കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യത്തിലും എനിക്ക് തിരക്കുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ നിങ്ങളുടെ ഉള്ളം കത്താൻ വേണ്ടി ഞാൻ പറയുക, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് ദിവസം പലപ്പോഴായിട്ട് കണക്ക് കൂട്ടിയാൽ 5 മണിക്കൂറെങ്കിലും ഞാൻ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതെത്ര അനുഗ്രഹമാണെന്നറിയാമോ? അതുകൊണ്ട് വാത്സല്യ സഹോദരീ സഹോദരന്മാർ, 5 മണിക്കൂർ എടുത്തില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ദൈവവചന ധ്യാനവുമായിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാനും കാരണമായി തീരുമെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഒരു കാര്യം കൂടെ അതിനെ സംബന്ധിച്ച് ഓർപ്പിക്കാനുണ്ട്. ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിലൂടെ 3 കാര്യങ്ങൾ അറിയുവാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. 18ഉം 19ഉം വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിലൂടെ അവർ 3 കാര്യങ്ങൾ അറിയണം. 1, 18ഉം 19ഉം വാക്യം നോക്കിയാൽ മതി. 18, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. രണ്ടാമത്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം നിങ്ങൾ അറിയണം. 3, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. ഈ 18ഉം 19ഉം വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയദൃഷ്ടി ദൈവവചനത്താൽ ആത്മാവ് പ്രകാശിപ്പിക്കാൻ നാം അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിലൂടെ നാം അറിയേണ്ടതായ 3 കാര്യങ്ങൾ. 1, വിളിയാലുള്ള ആശ, ദൈവത്തിന്റെ വിളിയാലുള്ള ആശ നാം അറിയും. രണ്ടാമത്, ദൈവത്തിന് നമ്മിലുള്ള അവകാശത്തിന്റെ മഹിമാധനം അറിയും. മൂന്നാമത്, ദൈവത്തിന്റെ ശക്തി, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ അറിയും. ഇനിയും നമ്മൾ ഇത് കുറച്ചായിട്ടൊന്ന് ചിന്തിക്കാം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണമെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമുക്കറിയാം, തിരുവഴുത്തിൽ ഉടനീളം ദൈവത്തിന്റെ വിളിയാണ് ഉള്ളത്. സഭയെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? വിളിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിളിക്കപ്പെട്ടവരെ, ദൈവത്തിനായി വിളിക്കപ്പെട്ടവരെ ഒരു കൂട്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്ന് ലോകത്തിൽ കാണുന്ന സഭകളുടെ പേര് പറഞ്ഞാലൊന്നും ആകുകയില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ മണവാട്ടി സഭ. ആ സഭയെ ചേർക്കാനാണ് യേശു വരുന്നത്. അപ്പോൾ സഭ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ വിളിയുടെ 3 പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന്റെ വിളിയുടെ 3 പ്രത്യേകത. 1, ആ വിളിയുടെ ഔന്നത്യം എന്താണ്? ആ വിളിയുടെ ഔന്നത്യം
ആ വിളിയുടെ ഔന്നത്യം എന്ന് പറയുന്നത് പരമവിളിയാണ്. ഫിലിപ്പിയർ 3:14 പരമവിളി. രണ്ടാമത്, അത് വിളിയുടെ സ്വഭാവം എന്താണ്? വിളിയുടെ സ്വഭാവം വിശുദ്ധ വിളി. വിശുദ്ധ വിളി 2 തിമോത്തിയോസ് 1:9. മൂന്നാമത്, വിളിയുടെ മഹത്വം എന്താണ്? വിളിയുടെ മഹത്വം സ്വർഗീയ വിളി. എബ്രായർ 3:1. ഞാൻ 3 കാര്യം വിളിയെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, നമ്മെ വിളിച്ച വിളിയുടെ ഔന്നത്യം എന്ന് പറയുന്നത് പരമവിളിയാണ്. അത് ഫിലിപ്പിയർ 3:14. ആ വിളിയുടെ സ്വഭാവം എന്താണ്? വിശുദ്ധ വിളിയാണ്. 2 തിമോത്തിയോസ് 1:9. ആ വിളിയുടെ മഹത്വം എന്താണ്? സ്വർഗീയ വിളി, ഹെവൻലി കോൾ, സ്വർഗീയ വിളി. എബ്രായർ 3:1. അപ്പോൾ ഇതാണ് വിളി. ഈ വിളിയുടെ ആശയം എന്താണെന്ന് അറിയണം. ഇവിടെ ഈ ആശയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്ക് ഒരാശയമുണ്ട് അമേരിക്കയിൽ ഒന്ന് പോകാൻ. ആ ആശയാണോ? അല്ല. അവിടെ ആശയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ പരമവിളിയാലും വിശുദ്ധ വിളിയാലും സ്വർഗീയ വിളിയാലും വിളിച്ചപ്പോൾ നമുക്കൊരു പ്രത്യാശയും കൂടെ തന്നാണ് ദൈവം നമ്മെ വിളിച്ചതെന്ന് ഓർക്കുമ്പോൾ ഇന്ന് രാവിലെ ആ വിളിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം ചുമ്മാ വിളിച്ചതല്ല. ചിലര് നമ്മൾ വളരെ തിരക്കിട്ടിരിക്കുമ്പോൾ നമ്മളെ ഫോണിൽ വിളിക്കും. നമ്മൾ വളരെ കാര്യമായിട്ട് എടുത്ത് സംസാരിക്കാൻ ഒരുക്കുമ്പോൾ എന്താ വിളിച്ചെന്ന് ചോദിച്ചാൽ മറുപടി എന്നാന്നറിയോ? ചുമ്മാത് വിളിച്ചതാ, കണ്ടില്ലേ, മെനക്കെടുത്താൻ വിളിച്ചതല്ലേ. ദൈവം അങ്ങനെ വിളിക്കുന്നയാളല്ല. ദൈവത്തിന്റെ വിളിക്ക് വലിയൊരു ഉദ്ദേശമുണ്ട്. എന്താണ് വിളിച്ചത്? നമുക്കൊരു പ്രത്യാശ തരാൻ വേണ്ടിയാണ് വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം 24 പൗലോസ് പറയുന്നത് എന്താണ്? പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. നമുക്കൊരു ചെറിയ സംശയം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ലേഖനം 2-ാം 8 നമ്മൾ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ റോമാലേഖനം 8:24 പറയുകയാണ്, പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാ ഇത് യോജിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ പ്രത്യാശയ്ക്കായിട്ടാണ് രക്ഷിച്ചത്. അപ്പോൾ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. പ്രത്യാശയ്ക്കു വേണ്ടിയാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. അതുകൊണ്ട് നാം ആ കാര്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. തന്നെയല്ല, എഫേസ്യർ 4:4 നമ്മുടെ വിളിയെ ഉദ്ദേശിച്ച് അവിടെ പറയുമ്പോൾ കേട്ടോളുക, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, സ്തോത്രം, ഏക പ്രത്യാശയ്ക്കായി നമ്മളെ വിളിച്ചെന്നാണ്. ഇന്ന് രാവിലെ ആ വിളിയുടെ ഉദ്ദേശം നമുക്ക് പ്രത്യാശ നൽകുക എന്നുള്ളതാണ്. അത് സംബന്ധിച്ചൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ. ഞാൻ വേഗത്തിൽ പറയുമ്പോൾ ഒന്ന് എഴുതിയെടുക്കുന്നവർക്ക് പ്രയോജനമാകും. ഈ പ്രത്യാശയുടെ ചില പ്രത്യേകതകൾ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യാശയുടെ ചില പ്രത്യേകതകൾ 10 പ്രത്യേകതകളാണ്. ഒന്ന്, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, കൊലോസ്യർ 1:3. രണ്ടാമത്, ഏറെ നല്ല പ്രത്യാശ, എബ്രായർ 7:19. മൂന്നാമത്, ജീവനുള്ള പ്രത്യാശ, 1 പത്രോസ് 1:3. നാലാമത്, ഭാഗ്യകരമായ പ്രത്യാശ, തീത്തോസ് 2:12. അഞ്ചാമത്, നീതിയുടെ പ്രത്യാശ, ഗലാത്യർ 5:5. ആറാമത്, സുവിശേഷത്തിന്റെ പ്രത്യാശ, കൊലോസ്യർ 1:23. ഏഴാമത്, മഹത്വത്തിന്റെ പ്രത്യാശ, കൊലോസ്യർ 1:27. എട്ടാമത്, രക്ഷയുടെ പ്രത്യാശ, 1 തെസ്സലോനിക്കർ 5:8. 9, നിത്യജീവന്റെ പ്രത്യാശ, തീത്തോസ് 1:2. 10, നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ നമ്മുടേതായി. അപ്പൊ ആ പ്രത്യാശയുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് നമ്മുടെ പ്രത്യാശ. 1 തിമോത്തിയോസ് 1:1.
ഇത്രയും പ്രത്യേകതകളാണ് ആ വിളിയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ അതങ്ങ് നിർത്തുക, നാളെ അത് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് നമ്മുടെ പ്രത്യാശ? എന്താണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്? ഒറ്റ വാക്കിലും പറയാം, ഒരു വാചകത്തിലും പറയാം. എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. കൊലോസ്യർ 1:27. യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. കൊലോസ്യർ 1:27. അവിടെ എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അപ്പൊ പ്രത്യാശയായ ക്രിസ്തു. ക്രിസ്തു ആരാണ്? നമ്മുടെ പ്രത്യാശ. ഇനി ഒരു വാചകത്തിൽ പറഞ്ഞാൽ എന്താ ആ പ്രത്യാശ? നമ്മുടെ കർത്താവായ യേശു നമ്മെ ചേർക്കാൻ ആകാശമേഘങ്ങളിൽ വെളിപ്പെടും. അല്ലെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടും വരുമെന്നുള്ളതാണ് പ്രത്യാശയെക്കുറിച്ച് ഒരു വാചകത്തിൽ പറയാനുള്ളത്. ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വേറെയുമുണ്ട്. തെസ്സലോനിക്ക ലേഖനമൊക്കെയുണ്ട്. ഞാൻ ഒരു വാക്യമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മുടെ പ്രത്യാശ. ഏറ്റവും ഒടുവിലായി രാവിലെ കരുതിക്കൊള്ളാൻ ഈ പ്രത്യാശയുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഒറ്റ വാചകത്തിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. 2, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇത് രണ്ടും ദൈവവചനത്താൽ ദൈവാത്മാവ് നമ്മിൽ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ 3 കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു. 1, വിളിയാലുള്ള ആശ ഇന്നതെന്നറിയാൻ കഴിയുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇത് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. ഗിദെയോനോട് പറഞ്ഞതുപോലെ ഈ വചനത്തിന്റെ ബലത്തോടുകൂടെ ഇന്ന് പകൽക്കാലം നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.